വകുപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കും. ധന, റവന്യൂ, നിയമമന്ത്രിമാർ സ്ഥിരം അംഗങ്ങളാകും. ചീഫ് സെക്രട്ടറിയാണ് ഉപസമിതിയുടെ സെക്രട്ടറി. മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനമുണ്ടായത്. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, വിവിധ വിഷയങ്ങളിൽ വകുപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയൊക്കെ നേരത്തെ വാർത്തയായിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണോ ഈ തീരുമാനം? അനുജ, വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ പോലെ പല പദ്ധതികളും നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു നീക്കം ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ധന, റവന്യൂ മന്ത്രിമാരായിരിക്കും ഈ ഉപസമിതിയിൽ സ്ഥിരം അംഗങ്ങളായി ഉണ്ടാകുന്നത്. ചീഫ് സെക്രട്ടറി ഉപസമിതിയുടെ സെക്രട്ടറി ആയിരിക്കും. ഉപസമിതി ശുപാർശകളിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേതായിരിക്കുമെന്നതാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത തീരുമാനം. മാത്രമല്ല, ചില വകുപ്പുകൾ തമ്മിൽ തർക്കമുണ്ടാകുന്നത് മൂലം പദ്ധതികൾ നടത്തുന്നതിൽ അല്ലെങ്കിൽ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിലെ കാലതാമസം വലിയ ആക്ഷേപങ്ങൾക്ക് വകവച്ചിരുന്നു. ഇതുൾപ്പെടെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു നടപടി ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. മറ്റ് ചില സുപ്രധാനമായ നിർദ്ദേശങ്ങളും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് വരുമാന വർധനവിന് സർക്കാർ പുതിയ മാർഗങ്ങൾ തേടുന്നു എന്നതാണ്. നികുതി ഇതര റവന്യൂ വർധനവിനാണ് സർക്കാർ ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നത്. ഈ ഫീസുകൾ പരിഷ്കരിക്കുന്നതിനടക്കം ഈ വിവിധ വകുപ്പ് മേധാവികളോട് സർക്കാർ നിർദ്ദേശങ്ങൾ ആവശ്യപ്പെടും. ഈ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും നികുതി ഇതര റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. ഫീസുകൾ ഉൾപ്പെടെ വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ, പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾ ഇവരെ ഉൾപ്പെടെ ഇതിൽ നിന്ന് ഒഴിവാക്കുമെന്നൊരു തീരുമാനവും മന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അനുജ, വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിനായി മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചു.